ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ആനുവൽ 9th സ്റ്റാൻഡേർഡ് ആനുവൽ എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കോഴ്സിന്റെ മോഡൽസ് എല്ലാം നിങ്ങൾ കണ്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 5 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. 5 യൂണിറ്റുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? 3 ലെസൺ വീതം 15 ലെസൺസ് അത് അല്ലെ 15ഓളം ലെസണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലിപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് യൂണിറ്റിന്റെ ആ ഒരു ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവരാണെങ്കിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ലൈവ് സെക്ഷനിൽ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു വീഡിയോ എടുത്ത് കാണാം. അപ്പൊ ആ ഒരു അവസാനത്തെ യൂണിറ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ള് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, അപ്രിസിയേഷൻ മോഡലാണ്. 9ാം ക്ലാസ് മുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. 5ഓളം പോയംസ് ഇപ്പൊ നിങ്ങൾ നിലവിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചു. ഇനി അടുത്ത വർഷം പുതിയ ടെക്സ്റ്റ് വരികയാണ്, പക്ഷെ മാറി വന്നാലും അതിലും എത്ര പോയംസ് പഠിക്കാനുണ്ടാവും? 5 പോയംസ് ആയിരിക്കും നമുക്ക് 5 യൂണിറ്റുകളായിട്ട് പഠിക്കാനുണ്ടാവുക. സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ത് തന്നെയായിരിക്കും? അപ്രിസിയേഷൻ റൈറ്റ് ചെയ്യാനുള്ളത് തന്നെയായിരിക്കും. റൈറ്റ് അപ്രിസിയേഷൻ എത്ര മാർക്കിനാ? 5 മാർക്കിനും 6 മാർക്കിനും എന്ത് ചെയ്യാറുണ്ട്? അപ്രിസിയേഷൻ ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടന്റ് ഡിസ്കോഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സ് ആണ് ഏത് മക്കളെ? അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ അപ്രിസിയേഷൻ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ആസ്വാദനക്കുറിപ്പാണല്ലോ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു സഹായം എന്നുള്ള രീതിയിലാണ് ഒരു മോഡലുമായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു മോഡൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തുടക്കം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് വളരെ എന്തായിട്ട് മാറും? ഈസി ആയിട്ട് ഇത് മാറാനും സഹായിക്കും. അപ്പൊ നേരം കളയുന്നില്ല, മോഡൽ പരിചയപ്പെടുത്താൻ നോക്കിയോ. അപ്രിസിയേഷൻ മോഡൽ. അപ്പൊ ആദ്യം പറയാനുള്ളത്, എത്ര പോയംസ് ആണോ നമുക്ക് പഠിക്കാനുള്ളത്, ആ പോയംസിന്റെ എല്ലാത്തിന്റെയും പേരും അതുപോലെ തന്നെ അത് എഴുതിയ ആളുടെ പേരും നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് അതിന്റെ തീമും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും തലയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുവിധം മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പൊ നോക്കി, അപ്രിസിയേഷൻ മോഡൽ. നെയിം. എന്താ നെയിം കൊടുക്കേണ്ടത്? ഏത് പോയത്തിന്റെ അപ്രിസിയേഷൻ ആണോ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പേര് അവിടെ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ വാക്ക് എലോൺ എന്നാണെങ്കിൽ വാക്ക് എലോൺ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം. തള്ളി അങ്ങ് മറച്ചേക്കണം, വേറെ ഒരു മാർഗവും ഇല്ല അല്ലേ. നമ്മുടെ കയ്യിൽ അപ്രിസിയേഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ല, സ്വന്തമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പാകമായിട്ടില്ല എന്ന് വിചാരിക്കുക. അടുത്ത കൊല്ലാകുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. പക്ഷേ ഇക്കൊല്ലം നമ്മൾ എന്തൊക്കെയോ തക്കിട തരിയുടെ പരിപാടികളൊക്കെ കാണിച്ച് നടന്നുകൊണ്ട് സ്വന്തമായിട്ട് എന്തൊക്കെയോ ഇവിടേക്കോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മൾ തള്ളി മറിക്കാൻ പോവാണ്. എന്താണ്? വാക്ക് എലോൺ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോം അല്ലെ. വളരെ മനോഹരമായിട്ടുള്ളൊരു പോയമാണ്, വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പോം ആണ്. റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ്. ആരാ? രബീന്ദ്രനാഥ് ടാഗോർ എന്ന് നമ്മൾ അവിടെ എഴുതി വെക്കും. ഓക്കെ, ഫേമസ് പോയറ്റ് രബീന്ദ്രനാഥ് ടാഗോർ. ഫുൾ സ്റ്റോപ്പ്, കഴിഞ്ഞു. The poet has used many thoughts and inspiring lines in this poem. ആ ഒരു പോയറ്റ് രബീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന പോയറ്റ്, അദ്ദേഹം മാത്രമല്ല, ഏത് പോയറ്റിന്റെ അപ്രിസിയേഷൻ ആണോ മക്കൾ എഴുതുന്നത് അതിനനുസരിച്ച് ആളെ മാറ്റി കൊടുക്കുക. He has used many thoughts and inspiring lines in this poem. എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന, സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വരികൾ ആ ഒരു പോയറ്റ് ഈ ഒരു പോയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. Moreover, അതിലുപരി ഇറ്റ് ഹാസ് മെനി ലൈൻസ്. ഇതിൽ കുറേ വരികളുണ്ട്, വെറുതെ എഴുതി വെക്കുക. ഇറ്റ് ഹാസ് മെനി ലൈൻസ്. വെൻ വി റീഡ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോയം ഈസ് സെയിങ്. ആ വരികൾ വായിക്കുമ്പോണ്ടല്ലോ എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ അവിടെ കൊടുത്തു. ഇനി രബീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. പോയത്തിന്റെ തുടക്കം അവസാനത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേറെ ആഡ് ചെയ്യാൻ അഡീഷണൽ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഈ കുത്തുകുത്തുകുത്തുകൊണ്ടിരിക്കുന്ന ഡോട്ട് അടിച്ചിരിക്കുന്ന ഭാഗത്ത് എന്താ ചെയ്യേണ്ടത്? ആ ഒരു തന്നിരിക്കുന്ന വരികളുണ്ടല്ലോ, അത് ഏത് പോയത്തിന്റെ വരികളാണോ തന്നിരിക്കുന്നത് ആ വരികൾക്കൊരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന വരികൾ നന്നായിട്ട് വായിക്കുക. എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അതെല്ലാം ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ വരികളുടെ മീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പാരഗ്രാഫായിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞ് ഏറ്റവും അവസാനം, ഞാൻ അവസാനത്തേക്ക് എത്തി, അവസാനം വരുന്ന സമയത്ത് എന്ത് കൊടുക്കാം? ഇൻ ദിസ് നൈസ് പോം ദ പോയറ്റ് ടെൽസ് us the importance of relevant points എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വരികളുടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാണ്, ഇൻ ദിസ് നൈസ് പോം, ഈ മനോഹരമായ കവിതയിൽ ദ പോയറ്റ് ടെൽസ് us the importance of, ഈ ഒരു പോയറ്റ് നമ്മളോട് പറഞ്ഞത് എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ആ ഒരു റെലവന്റ് പോയിന്റ് അവിടെ എഴുതി വെക്കുക. അപ്പൊ വാക്കെലോൺ എന്ന് പറയുന്ന പോയത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും മറ്റുള്ളവർ കൂടെ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ എന്താവും,
ആവും, ഒറ്റയ്ക്കാവും. ആ സമയത്ത് വി ഷുഡ് ബി കറേജിയസ് ആൻഡ് ഡിറ്റർമിൻഡ് അല്ലെ. നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കണം, കറേജിയസ് ആയിരിക്കണം, എല്ലാത്തിനെയും എല്ലാ ചലഞ്ചസിനെയും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഫേസ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു പോയത്തിന്റെ ആ ഒരു പോയിന്റ്, ഇങ്ങനെയുള്ള റെലവെന്റ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എഴുതുന്ന മറ്റൊരു സെന്റൻസ് ആണ് ദ പോയറ്റ് ഹാസ് യൂസ്ഡ് അബൻഡൻസ് ഓഫ് പോയറ്റിക് ഡിവൈസസ്. ഈ ഒരു കവിതയിൽ ധാരാളം പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്, പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾസ് കൊടുക്കുക. അലിട്രേഷനുള്ള എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, സിമിലിക്കുള്ള എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, മെറ്റഫറിനുള്ള എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഓഡിറ്ററിയും വിഷ്വൽ ഇമേജറിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ദ പോയറ്റ് ഹാസ് യൂസ്ഡ് വെരി നൈസ് അലിട്രേഷൻ അല്ലെങ്കിൽ വെരി ബ്യൂട്ടിഫുൾ അലിട്രേഷൻസ് ഇൻ ദിസ് പോയം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അലിട്രേഷനിൽ എക്സാമ്പിൾ എഴുതി വെക്കുക. അതേപോലെ വിഷ്വൽ ഇമേജറി ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, ഓഡിറ്ററി ഇമേജറി ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, സിമിലി ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ആ പരിപാടിയാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണിക്കേണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതുന്നു in short we can simply say that the poem is really wonderful and the poet expresses his feelings, thoughts, ideas and emotions in beautiful manner എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ആ ഒരു സെന്റൻസ് ഏത് പോയത്തിന്റെ അപ്രിസിയേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എന്താണ്? ഇൻ ഷോർട്ട് വി ക്യാൻ സിംപ്ലി സേ, ചുരുക്കത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ദ പോം ഈസ് റിയലി വണ്ടർഫുൾ. ഈ ഒരു പോയം എന്താണ്? അതിഗംഭീരമാണ്. ആൻഡ് ദ പോയറ്റ് എക്സ്പ്രസസ് ഹിസ് ഫീലിംഗ്സ്, തോട്ട്സ്, ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്. ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് അദ്ദേഹത്തിന്റെ ഫീലിങ്സും തോട്ട്സും ഐഡിയാസും ഇമോഷൻസും ഒക്കെ എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ എന്തും കൂടി കൊടുക്കാം, ഐ ലവ് ദിസ് പോം വെരി മച്ച് എന്നും കൂടി പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു വിധം അപ്രിസിയേഷനൊക്കെ തട്ടിക്കൂട്ടാൻ എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് സാധിക്കും. അടുത്ത വർഷം ആകുമ്പോഴേക്കും 10ാം ക്ലാസ്സിനാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലേ, അടുത്ത വർഷം ആകുമ്പോഴേക്കും എല്ലാ പോയത്തിന്റെ അപ്രിസിയേഷൻ അപ്പൊ തന്നെ എന്ത് ചെയ്ത് പോകണം, കാണാതെ പഠിച്ചു പോകണം. അതായത് തരുന്ന അപ്രിസിയേഷൻ കാണാതെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ല സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ശ്രമിക്കും കൂടിയും വേണം. സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്കാണ് മാർക്ക് കൂടുതൽ കിട്ടുക എന്നും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു സഹായം മാത്രം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ അപ്രിസിയേഷൻ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അപ്രിസിയേഷന് മാർക്ക് കിട്ടും. ഇതുവരെ ഒന്നും കിട്ടാതിരുന്ന ആൾക്ക് പോലും അത്യാവശ്യം മാർക്ക് കിട്ടാൻ ഈ ഒരു മോഡൽ നിങ്ങളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മറ്റൊരു ഡിസ്കോഴ്സ് മോഡലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മക്കളെ ഞാൻ സൈനിങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഡിസ്കോഴ്സ് മോഡൽസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഗുഡ് ബൈ.